എന്നെ ഇവിടെ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഹനീന. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് നവംബർ 10, 2025. ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും എല്ലാം എൻ്റെ പപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ പപ്പയുടെ വണ്ടിയിൽ ഒത്തിരി പേരിങ്ങനെ കയറുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, പിന്നെ പത്രം കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം അപ്പം അങ്ങനെ പറഞ്ഞു, കൃപാസനത്തെക്കുറിച്ച് എൻ്റെ വണ്ടിയിൽ കയറുമ്പോൾ ഒത്തിരി പേർ എന്നോട് പറയാറുണ്ട്, ഒരുപാട് അനുഗ്രഹം തരുന്ന മാതാവാണ്, അപ്പം നമുക്ക് അവിടം വരെ ഒരു ദിവസം പോവാമെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകണമെന്നും അത്ര വലിയ ആഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ 4 വർഷം മുമ്പ് ഞാൻ ഞാൻ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വെച്ചിട്ട്, അതായത് എന്നെ നേഴ്സിംഗ് ചേർക്കാനായിട്ട് പപ്പ അവിടെ കൊണ്ടുവന്നാക്കി അവരെല്ലാവരും തിരിച്ചു പോയി. ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കയ്യിലും മേത്തും എല്ലാം നിറച്ചും കുരുക്കൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൊതുക് കടിക്കണതായിരിക്കുമോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് എണീറ്റപ്പോഴും എൻ്റെ കയ്യിലും മേത്തും ഒക്കെ നിറച്ചും കുരുക്കൾ വന്നു തുടങ്ങി. അത് കൂടാൻ തുടങ്ങി, അത് പൊട്ടിച്ചോര വന്നു. എനിക്ക് എന്ത് ചെയ്തത് മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ കോളേജിൽ പറഞ്ഞു, മാമിൻ്റെ അടുത്ത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മാം ദേഷ്യപ്പെട്ടു, പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലില്ലേ, ഇവിടെ കൊണ്ട് കാണിച്ചാൽ പോരെ, എന്തിനാണ് നീ വീട്ടിൽ പോകുന്നതെന്നൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് കാണിച്ചു, പക്ഷെ എനിക്ക് മാറിയില്ല. അത് കഴിഞ്ഞ് പഠിത്തം നിർത്തി വീട്ടിൽ വരാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. വീട്ടിൽ വന്നിട്ട് എന്നോട് പപ്പ പറഞ്ഞു, ഇത്രയായിട്ടും മനസ്സിലായില്ലേ, നമുക്ക് കൃപാസനത്തിൽ പോവാം. എന്നിട്ട് ഇവിടെ വന്നു ഞങ്ങൾ, എൻ്റെ അപ്പയും അമ്മയും എല്ലാവരും കൂടി വന്നു. ഉടമ്പടി എടുക്കണമെന്നുള്ളൊരിത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വന്നു പ്രാർത്ഥിച്ചു. എന്നിട്ട് പപ്പ ചെറിയൊരു പേപ്പറിൽ എഴുതി, എൻ്റെ മോളുടെ ഈ അലർജി മാറ്റി തരുവാണേൽ അവളെല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നോളാം എന്നും പറഞ്ഞ് എൻ്റെ പപ്പ ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പം ഞാൻ പപ്പേനെ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു, എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും ഇവിടെ വരുമ്പോഴാലും വെറുതെ പപ്പയുടെ വണ്ടിയിൽ കാറ്റും കൊണ്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ വെറുതെ വന്ന് ഇവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും മാറാതെ വന്നപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ നിന്ന് ഹോസ്റ്റലിൽ മാറ്റി പുതിയ ഹോസ്റ്റലിലേക്ക് ആക്കി. അപ്പോൾ എൻ്റെ പതുക്കെ മാറാൻ തുടങ്ങി എൻ്റെ കയ്യിലെ കുരുക്കൾ. അപ്പോൾ എന്നോട് അപ്പ പറഞ്ഞു, കണ്ടില്ലേ മാതാവ് മാറ്റി തന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മാതാവ് മാറ്റി തന്നതല്ല, അത് ഹോസ്റ്റൽ മാറിയത് കൊണ്ടാണ് മാറിയത്, എൻ്റെ കയ്യിലെ കുരുക്കൾ മാറിയതല്ല, അത് മാതാവ് മാറ്റി തന്നതല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ദേഷ്യമായി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ പരീക്ഷ വന്നു, എനിക്ക് സപ്ലി ഉണ്ടായി, ഞാൻ തോറ്റു. അപ്പോഴും എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോയും പിന്നെ ഉപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ടായി. അതൊന്നും ഉപയോഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയറിൽ ഞാൻ തോറ്റു, സെക്കൻഡ് ഇയറിലും ഞാൻ തോറ്റു. പിന്നെ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങിയത് എൻ്റെ കയ്യിൽ കുരുക്കൾ അന്ന് മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് ശേഷം വീണ്ടും എനിക്ക് കുരുക്കൾ കൈമ വരാൻ തുടങ്ങി. അതെന്ന് പറയുന്നത് എൻ്റെ കൃപാസനത്തിലേക്ക് പോകാൻ എൻ്റെ മാതാവ് വിളിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഞാൻ ആ ഹോസ്റ്റലിൽ എനിക്ക് ലീവ് അവർ പറയുന്ന സമയത്ത് എൻ്റെ കൈമ ഇങ്ങനെ ജസ്റ്റ് കുരുക്കൾ പോലെ ഇങ്ങനെ കാണിക്കും. അത് കൃപാസനത്തിൽ വന്നു കഴിഞ്ഞ് പോകുമ്പോൾ ആ കുരുക്കൾ പതുക്കെ മാറും. അതെനിക്കൊരു അടയാളം പോലെ എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വീട്ടിലേക്ക്, അതായത് കൃപാസനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു അടയാളം പോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുരുക്കൾ കാണിക്കും. ഇപ്പം എൻ്റെ കൈമയില്ല. അത് അങ്ങനെ എനിക്ക് വിശ്വാസം വരാൻ തുടങ്ങിയത്. അതിന് തേർഡ് ഇയറിൽ, അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ എനിക്ക് സപ്ലി കിട്ടി, അതെൻ്റെ വിശ്വാസക്കുറവുകൊണ്ട് തന്നെ. അതിന് തേർഡ് ഇയറിൽ എക്സാം വന്നു, അതിനെനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ പോലും എനിക്ക് അത്ര വലിയ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ പറഞ്ഞതുകൊണ്ട് മോൻ പേടിക്കണ്ട, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നീ തോറ്റുക, ശരിയാ, ഇപ്പോൾ നീ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ, മാതാവ് നിന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു വിശ്വാസ പ്രമാണം എത്തിച്ച് ആ ഉപ്പെടുത്ത് ഞാൻ ഇങ്ങനെ കഴിച്ചു. അതിന് റിസൾട്ട് വന്നു, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. എന്നിട്ട് അപ്പ എന്നോട് പറഞ്ഞു, നീ അഹങ്കരിക്കണ്ട, നിൻ്റെ കഴിവും കൊണ്ടല്ല മാതാവ് നിന്നെ അനുഗ്രഹിച്ചതാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഞാൻ പറഞ്ഞു മാതാവ് അനുഗ്രഹിച്ചതല്ല, അപ്പം ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അത് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ കയ്യിൽ മൊത്തം കുരുക്കൾ വന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് ഇയർ ആയപ്പോൾ എൻ്റെ അടുത്ത് അപ്പ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് എനിക്ക് നല്ല വിശ്വാസത്തിലേക്ക് ഞാൻ വന്നു. അങ്ങനെ ഫോർത്ത് ഇയറിൽ വെച്ച് ഞാൻ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ജോസഫ് അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ടു. പിന്നെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. ഞാൻ നല്ലോണം വിശ്വാസത്തിലേക്ക് വന്നു. പക്ഷേ എൻ്റെ നിയോഗങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി, എന്നെ എക്സാം പാസ്സാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നിയോഗങ്ങളൊക്കെ എഴുതി. ഞാൻ ഉടമ്പടിയിൽ ആദ്യം കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. കാരണം ഞാൻ ബൈബിളൊന്നും അധികം വായിക്കുന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. പിന്നെ പതുക്കെ അത് ശരിയായി വന്നത്. പിന്നെ ചെറിയൊരു വിശ്വാസക്കുറവൊക്കെ അപ്പോഴും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടും, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യവുമാണെന്ന് പറഞ്ഞ വചനമൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ഇടയ്ക്ക് എനിക്കിങ്ങനെ വിശ്വാസം അങ്ങനെ കുറഞ്ഞു വരും. ഒരു ദിവസം തന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പച്ചത്തിരി പതുക്കെ ഒന്ന് വളഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തോക്കും, പരീക്ഷയ്ക്ക് തോക്കുമെന്നാണ് തോന്നണേ. അങ്ങനെ ഒരു വിചാരം എനിക്ക് വരും. അത് ഞാൻ മാതാവേ എൻ്റെ ബർത്ത്ഡേയാണ് വരണേ, മാർച്ച് 9 എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നൊന്ന് ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുർബാനയ്ക്ക് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് പരീക്ഷയുടെ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് കഴിച്ചു. അതുപോലെ തൈലമൊക്കെ എൻ്റെ കൂട്ടുകാരികൾക്ക് മൊത്തം ഞാൻ തേച്ച് കൊടുത്തു. പക്ഷേ പരീക്ഷയ്ക്ക് ഞാൻ ചെന്ന സമയത്ത് ആദ്യത്തെ ദിവസം എനിക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ടഫായിരുന്നു എനിക്ക്. ഞാൻ എന്താ അതിനകത്ത് എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തോക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ പരീക്ഷയുടെ എക്സാമിൻ്റെ ടൈമും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസത്തെ പരീക്ഷയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാം എഴുതി, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം തെറ്റിപ്പോയി. അപ്പം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയാണെങ്കിൽ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കം തൂങ്ങി, അതും തൂക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. പിന്നെ അത് ഞാൻ ഹോസ്റ്റലിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ സാക്ഷ്യത്തിലൊക്കെ കേൾക്കണ പോലെ ദൈവം എനിക്കൊരു അടയാളവും മാതാവ് കാണിച്ചു തന്നില്ലല്ലോ. പരീക്ഷയ്ക്ക് എക്സാം പാടുമായിരുന്നു, അപ്പം ഞാൻ തോക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മേരി എന്ന് പറഞ്ഞിട്ട് 3 ആ എക്സാമിൻ്റെ നേരെ മേരി എന്ന് പറഞ്ഞ് എഴുതിയ ഒരു സൈൻ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു ചെറിയ വിശ്വാസം വന്നു, മാതാവ് ജയിപ്പിക്കുമോ, അങ്ങനെ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് മാതാവിനോട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേർന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നോക്കി, ഞാൻ ഉപ്പിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവെ ജയിപ്പിക്കണേ, മാതാവ് ജയിപ്പിക്കണേ. അപ്പം ചേച്ചിയോടൊന്നും ഞാൻ പറഞ്ഞില്ല, അവൾക്ക് ചെറിയ സംശയം തോന്നി റിസൾട്ട് എങ്ങാനും വന്നു എന്ന്. ഞാനോട് പറഞ്ഞില്ല. പക്ഷേ അത് റിസൾട്ട് വന്നു. ഞാൻ ഒന്നും എഴുതാത്ത എൻ്റെ പരീക്ഷയ്ക്ക് എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ എനിക്ക് തന്നെയാണോ മാതാവ് തന്നേ? എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ കൃപാസനത്തിൽ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അമ്മോടും പറയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ ഇവരോട് പറയാൻ തോന്നാണ്. ഞാൻ എന്നിട്ട് കടിച്ച് പിടിച്ച് ഇങ്ങനെ ഇരുന്നു. ഇനി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അപ്പോട് പറഞ്ഞു, അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു എന്തേ മോനെ? അപ്പം എൻ്റെ റിസൾട്ട് വന്നു. എപ്പോൾ? ഇന്നലെ രാത്രി. നീ എങ്ങനെയുണ്ട്, പരീക്ഷയ്ക്ക് എക്സാം ജയിച്ചോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അപ്പയെന്ന് പറഞ്ഞു. അപ്പം നിപ്പിലങ്ങ് അവിടെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, അമ്മ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പത്രം ആദ്യം ഞാൻ പള്ളിയിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം അക്രൈസ്തവ ഞാൻ വൃദ്ധസദനത്തിന് പോവാറുണ്ട്. അപ്പോൾ അവിടെ അമ്മമാരെ കുളിപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഈ എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെയായാലും സാക്ഷ്യം പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഞാൻ ഈ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ നിർത്തി, ദൈവം ഇവരെന്ത് എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം, അതായത് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അത് മൊത്തം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കും, എൻ്റെ മാമിന് അയച്ചു കൊടുക്കും, എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും.
അങ്ങനെ അവരും വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ ഈ തൈലം പരീക്ഷയ്ക്ക് മുമ്പ് തൈലം തേച്ച് ഉപ്പൊക്കെ കൊടുത്ത എല്ലാ മക്കൾക്കും ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ യൂദാപുരത്ത് വെച്ച് ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു നീല കളറിൽ നീല ഷോള് നീല ചുരിദാർ ഫുള്ള്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നിൽക്കുക, എന്നെ പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞിങ്ങനെ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കി, ആരാന്നൊന്നും എനിക്കറിയില്ല. എന്നെ ചിരിച്ചിട്ട് വെറുതെ തൊട്ടതാട്ടോ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ തട്ടി. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു മുഖം, എനിക്ക് മനസ്സിലെങ്കിൽ ഉറപ്പത് മാതാവാന്ന്. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവ് ഞാൻ കണ്ടില്ല, എനിക്ക് ഉറപ്പത് മാതാവാന്ന്. അങ്ങനെ എനിക്ക് ഒത്തിരി അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് അമ്മമ്മയ്ക്ക് ഒട്ടും വയ്യാതെ വയറ്റിൽ നിന്നൊക്കെ പോയി ഭയങ്കര ഭിത്തിയിലൊക്കെ വെച്ച് തേക്കും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഉടമ്പടി ക്ലാസ്സിന് ഞാനിവിടെ വരുന്ന സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ചേട്ടൻ്റെ സാക്ഷ്യം അങ്കമാലിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി, അതാരാണാവോ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പ് കൊടുത്ത സമയത്ത് അമ്മമ്മയുടെ പ്രശ്നങ്ങൾ മൊത്തം അങ്ങനെ മാറി. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ബൈബിള് അരമണിക്കൂർ ഞാൻ വായിക്കും. മുമ്പ് എനിക്ക് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഇപ്പം ഞാൻ വായിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോവാറുണ്ട് എന്നും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾക്ക് കുറവായിരുന്നു ചെയ്യലൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വചനം കിട്ടും, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ കുറവുണ്ട് നല്ല പോലെ. അത് കഴിഞ്ഞാൽ അപ്പയ്ക്കുള്ള പോലെ ഞങ്ങളത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ കഴിയാവുന്നിടത്തോളം ഞങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട്. പൈസ കൊടുത്തു, പിന്നെ അതുപോലെ പൊതിച്ചോറ് കൊടുക്കും, അങ്ങനെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മാർട്ടിൻ. എനിക്ക് ഈ പത്രം ഈ ഓട്ടോയിൽ ആരോ കൊണ്ടു തന്നു, അതുവഴിയാണ് എനിക്ക് വിശ്വാസത്തിലേക്ക് വന്നത്. ഞാൻ മകൾക്ക് കൊടുത്തെങ്കിലും അവൾക്ക് ഇതിനോടൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കൊച്ചിന് ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുക്കണേലും വന്നിട്ട് പേപ്പറിൽ എഴുതി കാര്യങ്ങൾ എഴുതി വെച്ച് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെ ആ രൂപത്തിൻ്റെ അവിടെ ഒരു പേപ്പറിൽ ഞങ്ങളുടെ കാര്യങ്ങൾ എഴുതി വെച്ച് പോയി. പിന്നീടാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിന് പതിയെ വിശ്വാസത്തിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിശ്വാസവും പ്രാർത്ഥനയും കൊച്ചിന് നല്ല മാർക്കോടുകൂടി പാസ്സാവാനും ഒക്കെ സാധിച്ചു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. ഹെബ്രായർ 11:1-2 തിരുവചനങ്ങൾ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ഹനീന മാർട്ടിൻ എന്ന ഈ മകൾ താൻ എങ്ങനെ കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടുവെന്നും വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടുവെന്നും അമ്മ അടയാളങ്ങളിലൂടെ മകളുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും മകളെ എങ്ങനെ സഹായിച്ചുവെന്നും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശരിക്കും ഈ സാക്ഷ്യത്തിൻ്റെ തുടക്കവും മർമ്മവും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രസക്തിയാണ്. കൃപാസനം പത്രം നമുക്കറിയാം, ദൈവിക സന്ദേശങ്ങളുടെ സംഗ്രഹമായ സമാഹാരമാണത്. ജോസഫച്ചന് ഒരു മാസക്കാലം അമ്മ മാതാവും ഈശോയും നൽകുന്ന സന്ദേശങ്ങളുടെ ചുരുക്കമാണ് എഡിറ്റോറിയലായി നാം കൃപാസനം പത്രത്തിൽ വായിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു മാസക്കാലം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഏറ്റവും ദൈവാനുഭവമുള്ള സാക്ഷ്യങ്ങളാണ് ആ കൃപാസനം പത്രത്തിൽ ചേർക്കപ്പെടുന്നത്. അത് ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുന്നവരുടെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങൾ, അത് വല്ലാതെ ജീവിതം ഉലയുന്ന നിമിഷങ്ങളിലും അല്പം പോലും പതറാതെ എൻ്റെ കർത്താവിന് ഈ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ സാക്ഷ്യമായും നാം കൃപാസനം പത്രത്തിൽ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും വായിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് സഞ്ചരിക്കുന്ന ദൈവദൂതാണ്. സഞ്ചരിക്കുന്ന ദൈവദൂത്. ഈ സഞ്ചരിക്കുന്ന ദൈവദൂത് ആരൊക്കെ വിശ്വാസത്തോടെ സ്വീകരിക്കുകയും ഒരു വട്ടം അത് പ്രാർത്ഥനയോടെ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആത്മാവിനെ നവീകരിച്ചു കൊണ്ടിരിക്കും.
കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയാത്തവരാണെങ്കിലും കേട്ടിട്ടില്ലാത്തവരാണെങ്കിലും വിമർശിക്കുന്നവരാണെങ്കിലും ഒരു തവണ ഇതിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു പോകുമ്പോൾ അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വിശ്വാസമില്ലാത്ത ആത്മാക്കളിൽ പോലും അത് പ്രവർത്തന നിരതമായി തുടങ്ങുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ പോലും അമ്മ മാതാവ് തൻ്റെ മകൻ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസമെന്ന ദാനം നിക്ഷേപിച്ച് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ അടയാളങ്ങളിലൂടെ നൽകി ജീവിതത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് നമുക്ക് കാണാനാവും. മകൾ പറഞ്ഞു തുടങ്ങി, അപ്പൻ എപ്പോഴൊക്കെ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ അതിനോട് മറുതലിക്കുമായിരുന്നു. ഓട്ടോയിൽ കാറ്റുകൊണ്ട് ഇവിടം വരെ വരാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും അപ്പനോടൊപ്പം കൃപാസനത്തിന് വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴും പുറകിലിരുന്ന് അപ്പൻ പ്രാർത്ഥിക്കുകയും കണ്ണീരോടെ എന്തൊക്കെയോ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് മടങ്ങിപ്പോകുന്നത് ശീലമായിരുന്നു. അത് നമുക്കുള്ളൊരു സ്വാഭാവിക മറുതലിക്കൽ സ്വഭാവം ഇസ്രായേലിൻ്റെ സ്വന്തമാണത്. നമ്മുടെ ജീവിതത്തിലും അതുണ്ട്. അതിങ്ങനെ നിരന്തരം വ്യാപരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അനുഭവങ്ങളിലൂടെ അമ്മ തൻ്റെ അങ്കിയിൽ പൊതിന് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കും. ചില സങ്കടങ്ങളാകാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ സങ്കടങ്ങൾക്കുള്ള പരിഹാരമാവും ദൈവവിശ്വാസം വളർത്തുവാൻ കാരണമാക്കുന്നത്. മകൾ പറഞ്ഞു, നഴ്സിംഗ് പഠനത്തിൻ്റെ ആദ്യ 2 വർഷങ്ങൾ സപ്ലി കിട്ടി. എൻ്റെ ശരീരത്തിൽ നിരന്തരമായ കുരുക്കൾ വന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം. സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് ഇന്നും ശക്തിയോടുകൂടി സജീവനായി തേടി വരുന്നവരെ അനുഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഞാൻ പ്രാർത്ഥിക്കാത്തപ്പോഴും ഞാൻ അമ്മയുടെ അരികിൽ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രം അമ്മ എന്നെ സൗഖ്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പഠന മേഖലകളിൽ അല്പം കൂടി പുരോഗതി നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വളർത്തിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ അമ്മയെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് പോലും അസാധ്യമെന്ന് കരുതുന്നത് നിസ്സാരമായി അമ്മ നമുക്കായി നേടിത്തരും. മകൾ അതാ പറഞ്ഞത്, എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് എന്തെഴുതും, എങ്ങനെ മാർക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല. എങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയോട് ചോദിച്ചു. അമ്മ ഏറ്റവും നല്ല ഗിഫ്റ്റ് മകൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അത് 4th ഇയർ പരീക്ഷയിൽ ലഭിച്ച ഡിസ്റ്റിങ്ഷനാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിൽ എന്തും ഏൽപ്പിച്ചു കൊടുക്കാം. അമ്മയുടെ കരങ്ങളിൽ നിങ്ങളായിട്ട് അതിർത്തി വെക്കരുത്. നടക്കുമോ നടക്കില്ലേ, ഇത്രത്തോളം കിട്ടുമോ കുറഞ്ഞായിരിക്കുമോ, ഒരു അതിർത്തിയും വെച്ച് ലിമിറ്റേഷൻ വെച്ച് അമ്മയുടെ അരികിൽ സംസാരിക്കരുത്. പൂർണ്ണ മനസ്സോടെ മുഴുവൻ ശക്തിയോടെ എൻ്റെ കർത്താവിന് എനിക്കെന്ത് തരുന്നതിനും യാതൊരു കുറവുമില്ലെന്ന പ്രത്യാശയോടെ നിയോഗങ്ങൾ കൊടുത്ത് ജീവിക്ക്. ഉടമ്പടി നമുക്ക് അനുഗ്രഹമായിരിക്കും. ഈ മകൾക്ക് ലഭിച്ച വിശ്വാസമെന്ന ദാനത്തിന് അപ്പച്ചനൊരു കൃപാസനം പത്രത്തിലൂടെ കുടുംബത്തിലേക്ക് കൈമാറുവാൻ സാധിച്ച ആ പ്രേക്ഷിത ചൈതന്യത്തിന്, മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.